ഇറാന്റെ തിരിച്ചടി വാർത്ത പ്രതീക്ഷിക്കുന്ന ലോകം അതേത് രീതിയിൽ ഏത് സമയത്താകുമെന്ന ചിന്തയിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇറാൻ പൊടുന്നനെയുള്ള ഒരു ആക്രമണത്തിന് ഈ ഘട്ടത്തിലും മുതിർന്നേക്കില്ല എന്നതാണ് പ്രബല അഭിപ്രായം. ഇസ്രയേലിനോട് പ്രതികാരം ചോദിക്കുമെന്ന് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും, പ്രതികാരത്തിന്റെ ചുവന്ന പതാക ഇറാൻ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇറാൻ ഇപ്പോഴും കനത്ത ജാഗ്രതയിലും ഞെട്ടലിലുമാണ്. തങ്ങളുടെ അതിഥിയായ ഹമാസ് നേതാവിനെ തങ്ങളുടെ ഏറ്റവും വലിയ 3 ലെയർ സുരക്ഷാ വലയത്തിനുള്ളിൽ നിന്നാണ് ഇസ്രയേൽ കൊലപ്പെടുത്തിയത്. ആ കൊലപാതകം ഇറാന്റെ ആഭ്യന്തര ശക്തിയിൽ വെപ്രാളം സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ വെപ്രാളത്തിൽ നിന്നും തങ്ങളുടെ പ്രത്യാക്രമണ ചെറുത്തുനിൽപ്പ് ശൈലിയിൽ വിശ്വസിക്കുന്ന ചില അറബ് രാഷ്ട്രങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നും ഉത്തരം കണ്ടെത്താൻ കൂടിയാണ് ഇറാന്റെ പ്രത്യാക്രമണ പ്രഖ്യാപനം പോലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുപോലും ഇറാൻ നടത്തിയിരുന്നില്ല എങ്കിൽ കൂടെ നിൽക്കുന്ന രാജ്യങ്ങളിൽ പലരും മൗനം പാലിക്കുകയോ യുദ്ധമുഖത്ത് നിന്ന് തന്ത്രപരമായി പിന്മാറുകയോ പിന്നോട്ട് വലിയുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഒഴിവാക്കാനാണ് ഇറാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന പോലും നടത്തിയത്. പല പ്രമുഖ അറബ് രാഷ്ട്രങ്ങൾ പോലും ഇപ്പോഴും സംശയമുനയിലാണ്. അമേരിക്കയോടൊപ്പം നിൽക്കണോ, അതല്ല ഇറാന്റെ കൂടെ നിൽക്കണോ, സ്വതന്ത്രമായി നിൽക്കണോ എന്നൊക്കെ. ഏതെങ്കിലും ചേരിയിൽ എങ്ങനെ നിന്നാലും അത് അവരുടെ നേരിട്ടോ അല്ലാതെയോ ഒക്കെ അവരെ ബാധിക്കും എന്നതുകൊണ്ട് തന്നെ അവർക്ക് ഏതെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കാതിരിക്കാൻ കഴിയാത്തൊരവസ്ഥ ഇപ്പോൾ കൈവന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായിട്ട് മാത്രമാണ് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയെയും ഇസ്രായേലിനെയും നേരിടാനുള്ള ശേഷി ഇറാൻ ഉണ്ടോ? ഇനി യുദ്ധമുണ്ടായാൽ ഇറാൻ എത്ര കാലം പിടിച്ചു നിൽക്കും? ഇറാന്റെ ആക്രമണങ്ങൾ അത്രയും ലക്ഷ്യം കാണുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ അവർക്ക് നേരത്തെ തന്നെയുണ്ട്. എന്നാൽ ഈ സുരക്ഷാ വീഴ്ചയോടെ അത് കൂടുതൽ ഇരട്ടിയാവതാണ് ആ ആദിക്കും വേവലാതിക്കും ഒക്കെ കാരണമുണ്ടായത്. ആ രാജ്യങ്ങളുടെ ആശങ്ക അകറ്റാൻ ഇറാന്റെ മുമ്പിൽ ഒരൊറ്റ വഴി മാത്രമാണുള്ളത്. അത് റിറ്റാലിയേഷനാണ്. അതിന് ഇറാൻ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയാകും അടുത്ത നീക്കങ്ങൾ അത്രയും മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാവുക. അതിന് മുൻകൈ എടുക്കേണ്ടത് ആ രാജ്യങ്ങളല്ല, ഇറാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ആക്രമണം ഉണ്ടാകുമെന്ന പ്രസ്താവന നടത്തുന്നത്. പക്ഷെ എങ്കിൽ പോലും ഇറാൻ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയെങ്കിൽ പോലും അവരുടെ പ്രതികാരത്തിന്റെ ചുവന്ന പതാക അവർ ഉയർത്തിയെങ്കിൽ പോലും അവരുടെ പരമോന്നത മരണപ്പെട്ടു പോയ നേതാക്കളുടെയൊക്കെ ഖബറിടങ്ങളിലൊക്കെ അവർ പ്രത്യേക പ്രാർത്ഥനകൾ, അത്തരത്തിലുള്ള ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതിന് മുൻപ് അത്തരത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ ഇറാനിൽ പതിവാണ് എന്ന് പല വാർത്തകളും പല ലേഖനങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇറാൻ വളരെ സൈലന്റ് ആയിട്ട് അതിനോട് ക്ഷമയോടുകൂടി സമീപിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നതാണ് ഇപ്പോൾ ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്. ഇറാൻ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയാകും അടുത്ത നീക്കങ്ങൾ അത്രയും മറ്റു രാജ്യങ്ങളിൽ നിന്നുണ്ടാവുക എന്ന് നമ്മൾ പറഞ്ഞു. ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെട്ട സന്ദർഭത്തിൽ പ്രമുഖ അറബ് രാഷ്ട്രങ്ങളെല്ലാം പറഞ്ഞത് കേവലം 1-2-3 വാക്കുകളാണ്. ഒന്ന് ഞെട്ടിച്ചു, വേദനാജനകം എന്നൊക്കെയായിരുന്നുവെങ്കിൽ ഇറാന്റെ ഒരു മുന്നൊരുക്കം കണ്ടതിന് ശേഷം അവരുടെയെല്ലാം ആ സ്വരം ഒന്ന് മാറിയിട്ടുണ്ട്. അത് സൗദിയെ തന്നെ നമ്മൾ എടുത്തു നോക്കുക. സൗദിയുടെ പുതിയ പ്രസ്താവന വന്നത് ഇങ്ങനെയാണ്: ഈ ഹീനമായ ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അനധികൃത അധിനിവേശ ശക്തിയായ ഇസ്രയേലിനാണ്. ഇറാന്റെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ ലംഘനമാണ് ഈ സംഭവം. മറ്റു രാജ്യങ്ങളുടെ പരമാധികാര ലംഘനവും ഏതെങ്കിലും രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നതൊക്കെ സൗദി അറേബ്യ തള്ളിക്കളയുന്നു എന്നാണ് മന്ത്രി വലീദ് അൽ ഖുറൈജി പിന്നീട് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ഇത്തരമൊരു കടുത്ത പ്രസ്താവനയിലേക്ക് പിന്നീട് അറബ് രാഷ്ട്രങ്ങൾ വരാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അത് റഷ്യയുടെ ഇറാനെ സഹായിക്കുന്ന ശക്തമായ ഒരു ഇടപെടലാണ്. ഉക്രൈനിൽ റഷ്യയെ സഹായിച്ചത് ഇറാന്റെ ആളില്ലാ ഡ്രോണുകളായിരുന്നു. ആ സഹായത്തിന് കൈമെയ് മറന്നൊരു പ്രത്യുപകാരം അല്ലെങ്കിൽ ആ കൈമെയ് മറന്നുകൊണ്ടുള്ള മറ്റൊരു സഹായം റഷ്യ ഇറാൻ ഇപ്പോൾ നൽകുകയാണ്. അഥവാ 5 ചരക്ക് വിമാനം നിറയെ റഷ്യൻ നിർമ്മിത ആയുധങ്ങളുമായി റഷ്യൻ വിമാനം ഇറാന്റെ മണ്ണിൽ അഥവാ ടെഹ്റാനിൽ പറന്നിറങ്ങി എന്ന വാർത്ത സ്ഥിരീകരിക്കപ്പെടുകയാണ്. ഈ ആയുധ ചരക്കിറക്കൽ ഇപ്പോഴും റഷ്യ തുടരുകയാണ്. ഒരു ദിവസം 2, 3, 4, 5 വരെ വിമാനങ്ങൾ ഇത്തരത്തിൽ ഇറാനിലേക്ക് ഈ 2-3 ദിവസത്തിനുള്ളിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് വാർത്ത. റഷ്യ നൽകുന്ന പിന്തുണ ഇറാനെ കൂടുതൽ ആവേശഭരിതരാക്കുന്നുണ്ട്. ഇസ്രയേലിന്റെ ഏറ്റവും വലിയ കരുത്ത് അവരുടെ വ്യോമസേനയാണ്. ഏറ്റവും ശക്തമായ യുദ്ധവിമാനങ്ങളും ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന ബോംബറുകളും അവരുടെ കരുത്താണ്. ആ വ്യോമാക്രമണങ്ങളെ നേരിടുവാനുള്ള പ്രതിരോധ സംവിധാനങ്ങളുമായാണ് റഷ്യൻ വിമാനങ്ങൾ ടെഹ്റാനിൽ വന്നിറങ്ങിയത്. എന്താണ് അവിടെ വന്നിറക്കിയ ആയുധങ്ങൾ എന്നത് സംബന്ധിച്ച് ഇപ്പോഴും സംശയമുണ്ടെങ്കിൽ പോലും പ്രബലമായ സംശയമായിട്ട് പറയുന്നത്
S-300 എന്ന മിസൈൽ കവചിത അല്ലെങ്കിൽ മിസൈൽ പ്രതിരോധ സംവിധാനം, വ്യോമ വിമാനങ്ങളെയൊക്കെ പ്രതിരോധിക്കുക എന്ന ഇസ്രയേലിന്റെ കയ്യിലുള്ള അയൺ ഡോം പോലെയുള്ള റഷ്യ വികസിപ്പിച്ചെടുത്ത ഒരു സംവിധാനമാണ് S-300 എന്നത്. എന്നാൽ അത് 2016 മുതൽ തന്നെ ഇറാന്റെ കൈവശം ഉള്ള ഒന്നാണ്. റഷ്യ 2016 മുതൽ ഇറാന് ആ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ നൽകിയിട്ടുണ്ട്. റഷ്യ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ അപ്ഡേറ്റഡ് വേർഷൻ ആയിട്ടുള്ള S-400 എന്ന മിസൈൽ പ്രതിരോധ സംവിധാനമാണ്. ആ പ്രതിരോധ സംവിധാനം തങ്ങൾക്ക് വേണം എന്ന് നേരത്തെ തന്നെ റഷ്യയോട് ഇറാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഈ വിമാനങ്ങളിൽ വന്നിട്ടുണ്ടാവുക അത്തരത്തിലുള്ള S-400 മിസൈൽ പ്രതിരോധ സംവിധാനം ആവാനാണ് സാധ്യത എന്നാണ് പല പ്രമുഖരും മുന്നോട്ട് വെക്കുന്നത്. നേരത്തെ ഇസ്രയേലിനെ സഹായിക്കാൻ അമേരിക്ക അവരുടെ പടക്കപ്പറ്റുകളും യുദ്ധവിമാനങ്ങളും സാങ്കേതിക വിദഗ്ധരെയും എല്ലാം ഇസ്രയേലിലേക്ക് അയച്ചിരുന്നു. അത് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയുമാണ്. അതിന് പകരമായാണ് റഷ്യയുടെ ഇപ്പോഴുള്ള ഈ നീക്കം ഉണ്ടാകുന്നത്. ഈ നീക്കം ഒരു യുദ്ധഭീതി തന്നെ പൊതുവെ സൃഷ്ടിച്ചു കളഞ്ഞു എന്നതാണ് ഇതിൻ്റെ ഒരു വലിയ അപ്ഡേഷൻ എന്ന് പറയുന്നത്. മുൻപ് ശീതയുദ്ധ സമരം നടന്ന കാലത്തും അതിനു മുൻപ് 1ഉം 2ഉം ലോകയുദ്ധങ്ങൾ നടന്നപ്പോഴുമെല്ലാം ഇരു ചേരികൾക്കുമായി ഇത്തരത്തിൽ സഹായങ്ങൾ ഒഴുകിയിരുന്നതായിട്ട് കാണാം. അന്നും ശത്രുപക്ഷത്തുണ്ടായിരുന്നത് റഷ്യയും അമേരിക്കയും ഒക്കെ തന്നെയാണ്. അമേരിക്കയുടെ സുഹൃത്ത് രാജ്യമായ ഉക്രൈനെയാണ് റഷ്യ ആക്രമിച്ചത്. ആ സമയത്ത് റഷ്യക്ക് സഹായമായി വരുന്നത് ഇറാനാണ്. ഇപ്പോൾ റഷ്യയുടെ സുഹൃത്ത് രാജ്യമായ ഇറാൻ ആക്രമിക്കാൻ ഇസ്രയേലിന് സഹായം നൽകി വരുന്നത് അമേരിക്കയുമാണ്. ഈ ഘട്ടത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ ഇറാന്റെ നിലപാടും നീക്കവുമാണ് ഇനി എന്ത് എന്നതിലേക്ക് ഏവരെയും കാതുകൂർപ്പിക്കുന്നത്. ഏറെ പ്രതീക്ഷയോടെ ഏവരും ഉറ്റുനോക്കുന്നതും അത് തന്നെയാണ്. ഇറാൻ സർവ്വസജ്ജരാണ്. ഇസ്രയേലും അമേരിക്കയും ഒരുങ്ങി തന്നെയാണ്. ഇറാനെ തുടരെ പ്രകോപിപ്പിക്കുന്ന ഇസ്രയേലിനോട് ഇറാൻ പകരം ചോദിക്കുന്നത് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോൾ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പലരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. തങ്ങളെ വിശ്വസിക്കുന്ന രാജ്യങ്ങൾക്ക് മുൻപിലെങ്കിലും ഇറാന് ഇത് തെളിയിക്കാൻ കഴിയണം. പക്ഷേ ഇറാൻ ഇപ്പോൾ സജ്ജരാവുക മാത്രമാണ് ചെയ്യുക. നിലവിൽ തുടർന്നു വന്നിരുന്ന പ്രോക്സി യുദ്ധം അഥവാ ഹൂത്തികളെയും ഹിസ്ബുള്ളയെയും തുടങ്ങിയ ഗ്രൂപ്പുകൾക്ക് കൂടുതൽ ആയുധങ്ങൾ എത്തിച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ സഹായങ്ങൾ നൽകിക്കൊണ്ട് അവരെ കൊണ്ട് കൂടുതൽ ആക്രമണങ്ങൾ ഇസ്രയേലിന് നേരെ നടത്തിക്കുകയാകും ഇറാൻ ചെയ്യുക എന്നുള്ളതാണ്. ഇറാൻ കാത്തിരിക്കുന്നത് ഇസ്രയേൽ ഇറാന്റെ മണ്ണിൽ ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധസമാന ആക്രമണങ്ങൾ നടത്താനാണ്. അത്തരത്തിലൊരു ആക്രമണം ഇസ്രയേൽ നടത്തി കഴിഞ്ഞാൽ അവിടം യുദ്ധം ആരംഭിക്കുകയായി. ആ യുദ്ധം പക്ഷേ ആരംഭിച്ചു കഴിഞ്ഞാൽ ഇറാൻ ഒറ്റക്കായിരിക്കില്ല. ഇറാന്റെ കൂടെ സിറിയ ഉണ്ടാകും, ലെബനൻ ഉണ്ടാകും, യമൻ ഉണ്ടാകും. അതോടൊപ്പം തന്നെ പല തരത്തിലുള്ള പ്രോക്സി ഗ്രൂപ്പുകൾ ഉണ്ടാകും. പ്രമുഖ അറബ് രാഷ്ട്രങ്ങൾ നയതന്ത്ര തലത്തിലും കൂടെ ചേരും. ഉത്തര കൊറിയയുടെയും റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ നീക്കങ്ങൾ അതിനിർണായകമാവുകയും ചെയ്യുമെന്നുള്ള ഇത്തരത്തിലുള്ള ഒരു നീക്കം നടക്കുമ്പോൾ ഇതൊരു പക്ഷേ ഒരു ഇറാൻ ഇസ്രയേൽ വാർ എന്നതിനപ്പുറത്തേക്ക് ഒരു വേൾഡ് വാർ എന്ന ഒരു ഘട്ടത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.